ഉത്സാഹമായി നമ്മുടെ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന അധ്യാപക സുഹൃത്തുക്കൾ, സൺഡേ സ്കൂൾ ചുമതലക്കാർക്കും പ്രഭാത അഭിവാദനങ്ങൾ. അറിവ് വെളിച്ചമാണെന്നാണ് നമ്മുടെ നാട്ടിലുള്ളവർ അറിയിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. നാം പഠിക്കുമ്പോൾ ഒരു വെളിച്ചമാണ് നമ്മൾ ഉദിക്കുക. അത് നമ്മുടെ പെരുമാറ്റങ്ങളെയും സ്വഭാവത്തെയും കാര്യമായി സ്വാധീനിക്കും. അത് അന്യർക്ക് പകർന്നു കൊടുക്കാനും സാധിക്കും. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആകാൻ പാടില്ല അറിവ്. അത് പുറത്തേക്ക് ഒഴുകേണ്ടതാണ്. വെളിച്ചം പോലെ അത് പുറത്തേക്ക് പകരേണ്ടതുമാണ്. മാത്രമല്ല, അറിവ് ഒരു ആനന്ദമാണെന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത് സെക്കുലർ വിദ്യാഭ്യാസത്തിലാകട്ടെ, മതപരമായ വിദ്യാഭ്യാസത്തിലാകട്ടെ, എപ്പോഴും അറിവ് സമ്പാദിക്കുന്നത് ഒരു ആനന്ദമാണ്, ഉള്ളിൽ ഒരു വെളിച്ചത്തിൻ്റെ ഉദയമാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ നീതി സൂര്യൻ എന്നാണ് വിളിക്കുക. ഈ വിശേഷണം ലഭിച്ചിട്ടുള്ളത് പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖി പ്രവാചകന്റെ പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിന്നാണ്. അത് നിങ്ങൾ ഇന്ന് തന്നെ വായിക്കണം. മലാഖി ചാപ്റ്റർ 4 വേഴ്സ് 2. അവിടെ നീതിയിൻ സൂര്യൻ എന്നൊരു പരാമർശനമാണ്. നീതിയിൻ സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്നവിടെ എഴുതിയിരിക്കുന്നു. The sun of righteousness shall dawn with healing in his wings എന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷ് പുസ്തകം കൂടെ വായിക്കണം. ആരാണ് നീതിയുടെ സൂര്യൻ? നന്മയുടെ, സത്യത്തിൻ്റെ, വിശുദ്ധിയുടെ സൂര്യൻ. അത് നമ്മുടെ കർത്താവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ള നേരത്തെയുള്ള പ്രൊഫസി ആണ് മലാഖിയുടെ നീതിയുടെ സൂര്യൻ ഉദിക്കാൻ പോകുന്നു എന്ന്. തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയുടെ അവസാനത്തിൽ, അതായത് കാനോന നമസ്കാരം എന്ന് പറയുന്ന വൈദികർക്ക് പ്രത്യേകമായി അവർ തികക്കേണ്ട പ്രാർത്ഥനകളാണ് കാനോനീയ നമസ്കാരം. ഇതിൽ തിങ്കളാഴ്ച പ്രഭാത പ്രാർത്ഥനയുടെ ഒടുവിൽ ഈശ്വര നീ എന്നിൽ ഉദയം ചെയ്യണമേ എന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നത് പോലെ നീതിയുടെ സൂര്യൻ എന്നിൽ ഉദിച്ചാൽ ആ സൂര്യ വെളിച്ചം എൻ്റെ അകത്ത് വന്ന് നിറയുകയും അത് പുറത്തേക്ക് ഒഴുകുകയും എല്ലാം കാണേണ്ടതുപോലെ കാണാനും കാണുന്നവരെ സഹായിക്കാനും കണ്ണില്ലാത്തവർ കണ്ണായി തീരുവാനും എല്ലാം അങ്ങ് സൂര്യനാണല്ലോ, നിത്യസൂര്യൻ, നീതി സൂര്യൻ, എന്നേക്കുമുള്ള അസ്തമിക്കാത്ത സൂര്യനാണല്ലോ. ആ സൂര്യൻ എന്നിൽ വന്ന് ഉദിക്കണമേ. ദൈവം സൃഷ്ടിച്ച സൂര്യൻ, സൺ, മൂൺ എന്നൊക്കെ നമ്മൾ പറയുന്നതെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. അത് ദൈവങ്ങളാണ്. അപ്പോൾ അത് ആയുസ്സുള്ളതാണ്. അതില്ലാതെ ആയിത്തീരും. സൂര്യനും ചന്ദ്രനും ഒക്കെ ഇല്ലാതായിത്തീരും. പക്ഷേ നീതിയുടെ സൂര്യനായ യേശു മിശിഹ അസ്തമിക്കാത്ത സൂര്യനാണ്. സൺ ദാറ്റ് നെവർ സെറ്റ്സ്. ദാറ്റ് ഈസ് ദ സൺ ഓഫ് റൈറ്റിയസ്നെസ്, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ, യു ആർ ദ സൺ ഓഫ് റൈറ്റിയസ്നെസ്, എന്നിൽ വന്ന് ഉദിക്കണമേ. മേ യുവർ ഡോൺ happen in me, and may my inside, my heart and mind be filled with undying light, that is your light, and let that light flow outside, send it beams outside, all around. നമ്മൾ പ്രകാശം കൊണ്ട് നിറയുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കും, നമ്മുടെ ഭാവനയെ സ്വാധീനിക്കും, കൂട്ടുകെട്ടുകളെ സ്വാധീനിക്കും.
അപ്പോൾ നീതിസൂര്യനായ കർത്താവ് പ്രകാശം നൽകുന്നവൻ മാത്രമല്ല, സൗഖ്യം നൽകുന്നവനുമാണ്. The son of righteousness shall rise dawn with healing in his wings എന്നാണ് മലാഖി പ്രവാചകൻ പറയുന്നത്. അപ്പോൾ സൗഖ്യം നൽകുന്നയാളാണ് സൂര്യൻ. പ്രകാശം നൽകുന്നു, വെളിച്ചം നൽകുന്നു, ചൂട് നൽകുന്നു, സൗഖ്യം നൽകുന്നു. ഹീലിംഗ് അദ്ദേഹം നൽകുന്നതാണ്. കർത്താവ് മനുഷ്യനായി ജീവിച്ച കാലത്ത് എത്രയോ പേർക്ക് സൗഖ്യം നൽകി. അപ്പോൾ അതിൻ്റെ ഒരു സൂചന ആയിരിക്കണമല്ലോ മലാഖി പറയുന്നത്. The son of righteousness shall rise with healing in his wings. ആ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 മൂലം സഫർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നീതിയുടെ സൂര്യനായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. അങ്ങ് പ്രകാശമായി ഞങ്ങളിൽ വന്ന് നിറയണമേ, ആ പ്രകാശം ലോകം മുഴുവൻ വ്യാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നീതിയിൽ സൂര്യനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെ കാക്കണമേ. ഒളിവായി നോക്കിയിടായതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാത്തടിയൻ്റെ കാതുകളെയും കാക്കണമേ. Oh my Lord, you keep me safe like the apple of your eye. Shelter me under your wings, temptations not come near me. On that last day, comfort me when you come in great glory. Lord, my body, mind and soul shall sing thy praise. Have mercy. ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനമാകുന്ന ഓർത്തഡോക്സ് റിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ ഓഫ് ദി ഈസ്റ്റ് കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠനം വളരെ ഭംഗിയായും മാതൃകാപരമായും നടത്തിവരുന്നു എന്ന് അറിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പണ്ഡിതശ്രേഷ്ഠനായ അഭിമന്യ ഐറീനീസ് തിരുമേനിയുടെ ശ്രേഷ്ഠമായ കാഴ്ചപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിജുവച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം അധ്യാപകരും സൺഡേ സ്കൂൾ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ ഓൺലൈൻ പഠന പ്രക്രിയ ഭദ്രാസനത്തിൽ നിന്ന് മാത്രമല്ല സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നുമായി 10,000-കണക്കിന് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കാളികളാകുന്നു എന്നറിയുന്നത് ഏറെ അഭിമാനമുണ്ട്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്ന് കൽപ്പിക്കുന്ന യേശു തമ്പുരാൻ കുട്ടികൾ ദൈവരാജ്യത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് സംശയമില്ലാതെ വ്യക്തമാക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദേവാലയ ആരാധനയും പരമ്പരാഗത ശൈലിയിലുള്ള സൺഡേ സ്കൂൾ പഠനവും സാധ്യമല്ലാതെ വന്നപ്പോൾ സഭയുടെ ഭാവി കുട്ടികളിലാണെന്ന വ്യക്തമായ തിരിച്ചറിവോടെ വിവര സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ആരംഭിച്ചിരിക്കുന്ന ഈ ഉദ്യമം കാലഘട്ടം ഉയർത്തുന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് സഭയുടെ ഭാവി ശോഭനമാക്കുവാനായി ഉപകരിക്കും.
അറിവ് ലഭിക്കുന്ന ധാരാളം ഉപാധികൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും സൺഡേ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് തിരുവച്ചറിവിൻ്റെ ബോധ്യവൃക്ഷമാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം. പാഠഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്നതായ മൂല്യങ്ങൾ കേവലം അറിവായി അവശേഷിക്കാതെ അവയെ അനുഭവങ്ങളാക്കി മാറ്റിക്കൊടുക്കുവാൻ സൺഡേ സ്കൂൾ അധ്യാപകർക്കും ഇടവയ്ക്കും അതിലുപരിയായി കുടുംബത്തിനും സുപ്രധാനമായ പങ്ക് വഹിക്കുവാനുണ്ട്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പുതിയ തലമുറയ്ക്ക് വഴിവിളക്കും ദിശാബോധവുമേകുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനം പോലെ സഭയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം അർഹിക്കുന്ന മറ്റൊന്നുമില്ല. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾക്ക് ശേഷവും വിവരസാങ്കേതിക വിദ്യയുടെ ഇത്തരം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി വേണം ഭാവിയിൽ സൺഡേ സ്കൂൾ കാര്യക്ഷമമായി നടത്തുവാൻ എന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായവുമുണ്ട്. സ്ഥലകാല പരിമിതികളെ അതിജീവിച്ച് ഏവർക്കും പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസുകളുടെ ഒരു സവിശേഷത. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം യേശുവിൻ്റെ വചനം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. ഹൗ ടു മേക്ക് എ ലിവിങ് എന്ന ധാരാളം പരിശീലനങ്ങൾ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴായി നൽകുന്നുണ്ടെങ്കിലും ഹൗ ടു ലീവ് എന്ന ഉൾക്കാഴ്ച നൽകുന്നത് സൺഡേ സ്കൂൾ പ്രസ്ഥാനം മാത്രമാണ്. വി ആർ ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഫോർ ദ വേൾഡ് എന്നത് കുട്ടികൾ ബാല്യത്തിൽ തന്നെ അഭ്യസിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും അവരുടെ ബോധ്യമായി മാറേണ്ടതുമായ അടിസ്ഥാനപരമായ സംഗതിയാണ്. സ്വാർത്ഥതയുടെ വേലിക്കെട്ടുകളിൽ നിന്ന് പങ്കുവെക്കലിൻ്റെ ജീവിത വിശുദ്ധിയിലേക്ക് ബുദ്ധിഭദ്രാസനം നേതൃത്വം നൽകുന്ന ഓൺലൈൻ സൺഡേ സ്കൂൾ പഠന ക്ലാസുകൾ വിദ്യാർത്ഥികളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തിന്, ഈ സംരംഭത്തിന് പ്രാർത്ഥനാപൂർവമായ എല്ലാ മംഗളങ്ങളും നന്മകളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ഗുഡ് മോർണിംഗ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീക്കെൻഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ കുറച്ചു പേർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു, എഴുതാത്തവർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. അല്ലാത്തവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ വല്ലതും അറിഞ്ഞോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞായിരുന്നോ? ചുമ്മാ വേണേ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഒരു സന്തോഷ വാർത്ത, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഞാൻ പറയുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഒക്കെ തീരാറായി, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നു, ഒരുവിധം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് പഠിക്കാം. ഇന്ന് വളരെ എളുപ്പമുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്, പെട്ടെന്ന് തീർക്കാം. അപ്പൊ നിങ്ങൾ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 4 ചാപ്റ്റർ നമ്പർ 17, പള്ളിയിൽ എങ്ങനെ വർത്തിക്കണം, പള്ളിയിൽ എങ്ങനെ പെരുമാറണം. നിങ്ങൾ എങ്ങനെയാ പള്ളിയിൽ പോയിട്ട് നിൽക്കുന്നത്? നമ്മള് ആഴ്ചയിലൊന്നല്ലേ നമ്മുടെ സൺഡേ സ്കൂൾ കൂട്ടുകാരെയൊക്കെ കാണുന്നത്. അപ്പൊ കയറി ചെന്ന് ഭയങ്കര സന്തോഷത്തോടെ അവരൊക്കെ ആയിട്ട് ഒന്ന് സംസാരിക്കുകയാണോ ചെയ്യുന്നത്? ഓക്കെ, അവിടെ എങ്ങനെ നമ്മൾ പെരുമാറണം എന്ന് പറഞ്ഞു തരുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ സ്കൂളിലെ അസംബ്ലിക്ക് നിൽക്കുന്നത്? നമ്മള് അസംബ്ലിയിലോട്ട് എങ്ങനെയാ സ്കൂളിൽ പോകുന്നത്? ലൈനില് ഭയങ്കര ഒബീഡിയന്റ് ആയിട്ട്
ചിലപ്പോ ചില സ്കൂളിലൊക്കെ കൈയൊക്കെ പുറകെ കെട്ടിയിട്ടാവും, അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് നമ്മൾ നടന്ന് അവിടെ ചെന്ന് അറ്റൻഷൻ ആയിട്ട് നിന്ന് അവിടുത്തെ അസംബ്ലി തുടങ്ങുമ്പോ ഒക്കെ എങ്ങനെയാ നിൽക്കുന്നത്? നിങ്ങൾ അവിടെ ഒന്ന് ചിരിക്കോ അല്ലെങ്കിൽ തിരികെ ഒന്ന് സംസാരിക്കോ? ഇല്ല അല്ലേ? കാരണം ടീച്ചേഴ്സ് സൈഡിൽ കൂടെ നിപ്പുണ്ടാവും, ടീച്ചേഴ്സ് കണ്ണുകൊണ്ട് കാണിക്കും. ചിലപ്പോ പ്രിൻസിപ്പള് സ്റ്റേജിൽ വല്ലതും നിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, നിങ്ങൾ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ പറ്റുമെങ്കിൽ കണ്ണുരുട്ടും അല്ലെ? നമ്മള് സ്കൂളിൽ ഭയങ്കര പേടിച്ച് സ്കൂളിൽ എത്തുന്നതൊക്കെ നേരത്തെ എത്തും. സെക്കൻഡ് ബെൽ അടിക്കുന്നതിന് മുമ്പ്, ലാസ്റ്റ് ബെല്ലിന്റെ സെക്കൻഡ് ബെൽ അടിക്കുന്നതിന് മുമ്പ് നേരത്തെ എത്തുമല്ലേ സ്കൂളിൽ. അതിന് നേരത്തെ എഴുന്നേക്കും, അമ്മ എഴുന്നേപ്പിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല, ചാടി എഴുന്നേറ്റു വൃത്തിക്ക് കുളിച്ച് വൃത്തിയായി പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് അല്ലെങ്കിൽ തേച്ച് വൃത്തിയാക്കിയ യൂണിഫോം ഒക്കെ ഇട്ട് നമ്മൾ ചെല്ലും, നീറ്റ് ആൻഡ് ക്ലീൻ. അതേപോലെയാണ് നമ്മൾ ക്ലാസ് റൂം സൂക്ഷിക്കുന്നത്. വീട്ടിൽ പോലും നമ്മൾ റൂം ഒന്നും വൃത്തിയേടാക്കത്തില്ലായിരിക്കും. ആരും ഒന്ന് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ ആരുടെ നിന്ന് വഴക്ക് കിട്ടും. വീട്ടിലാണെ അമ്മ, സ്കൂളിലാണെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആയ ചേച്ചിമാർ അല്ലെങ്കിൽ ലീഡേഴ്സ് അല്ലെ, ക്ലാസ് ലീഡേഴ്സ് അല്ലെ, ക്ലാസ് മോണിറ്ററോ എന്തോ നിങ്ങൾ പറയുന്നേ. അപ്പം അവരുടെ നിന്നൊക്കെ നമുക്ക് വഴക്ക് കിട്ടും. ഇങ്ങനെ ഒരു സ്കൂളും വീടും നമ്മൾ ഭയങ്കര ഒബീഡിയൻസ്, ഭയങ്കര ക്ലീൻലെസ് ആയിട്ടൊക്കെ കൊണ്ടു നടക്കുമ്പോ എങ്ങനെയാ നമ്മുടെ ദേവാലയം നമ്മൾ നോക്കുന്നത്? കാരണം നമ്മൾ ഇന്ന് പഠിക്കുന്ന ചാപ്റ്റർ പോലും എങ്ങനെ പള്ളിയിൽ നമ്മള് ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ പള്ളിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ കമ്പയർ ചെയ്യണം. നമ്മൾ വീട്ടിൽ റൂം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 3 ഇരട്ടി നമ്മൾ നമ്മുടെ പള്ളി സൂക്ഷിക്കണം. പള്ളിയിൽ നമ്മൾ അത്രയും അസംബ്ലിക്ക് നമ്മൾ ഒന്നും മിണ്ടാതെ ഒബീഡിയന്റ് ആയിട്ട് അത്രയും നേരം നിൽക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ കുർബാനയ്ക്ക് നമ്മൾ എങ്ങനെ നിൽക്കണം അല്ലേ എന്ന് ആലോചിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങള്. കാരണം പള്ളി എന്താണ്? ദേവാലയം ആരുടെ വീടാണ്? ദൈവം വസിക്കുന്ന ആലയമാണ്. ആരാണ് നമ്മുടെ ദൈവം? നമ്മുടെ സൃഷ്ടാവാണ്. അപ്പൊ സൃഷ്ടാവിന്റെ വീട് എങ്ങനെയാ സൂക്ഷിക്കണ്ടേ? അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ അടുത്ത് നമ്മൾ എങ്ങനെയാ ബിഹേവ് ചെയ്യണ്ടേ? ഭയഭക്തി ബഹുമാനത്തോടെ. എങ്ങനെയാ പള്ളി പോകുന്നേ? സംഭവം ശരിയാണ്, നമുക്ക് ഒരു വീക്കെൻഡിൽ 5 ദിവസം ക്ലാസ് ആണ്. ശരി, ചിലപ്പോൾ ചിലവർക്കൊക്കെ സാറ്റർഡേസ് ക്ലാസ് വരും. ഇനി നിങ്ങളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ മിക്കവാറും നമുക്ക് സാറ്റർഡേ വരെ ക്ലാസ് ആയിരിക്കും അല്ലേ? കാരണം കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ എത്ര ആളെ വീട്ടിൽ ഇരിക്കുന്നു. നമുക്ക് 5 ദിവസം ക്ലാസ് ആണ്, 6 ദിവസം ക്ലാസ് ആണ്. എനിക്ക് ഒരു ദിവസം കിട്ടുന്നു. സംഭവം ശരിയാണ്, നമുക്ക് രാവിലെ എടുത്തേക്കാൻ മടിയാണ്. പക്ഷെ എന്ത് വന്നാലും കർത്താവിന് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മള് കർത്താവിനോട് അടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കർത്താവിനോട് അടുക്കേണ്ട ദിവസമാണ്. കർത്താവ് വിശ്രമിച്ച ദിവസമാണ്. അന്ന് നമ്മള് കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നു. അപ്പൊ അന്ന് നമ്മള് എങ്ങനെയാ? രാവിലെ എഴുന്നേറ്റ് പറ്റുമെങ്കിലും മാക്സിമം നമ്മള് പ്രഭാത നമസ്കാരം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എത്ര പേര് ഇവിടെ പ്രഭാത നമസ്കാരം അറ്റൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് കൈ നോക്കിക്കേ, എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? പ്രഭാത നമസ്കാരത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? അച്ഛനും ശുശ്രൂഷക്കാരും ഉണ്ട്. നമ്മൾ ചെല്ലണം, മാക്സിമം ട്രൈ ചെയ്യണം. പറ്റിയില്ല, അത്രയ്ക്ക് നിങ്ങളുടെ വീട് അങ്ങ് ദൂരെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുർബാനയ്ക്ക് മുമ്പ് നമ്മള് എവിടെ ചെല്ലണം? പള്ളിയിൽ ചെല്ലണം. എങ്ങനെയാ ചെല്ലുന്നേ? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇട്ട് മുഷിയാത്തത്, അതായത് നല്ലൊരു ഉടുപ്പ്, പുത്തൻ ഉടുപ്പെന്നല്ല, അലക്കി ഉണക്കി വൃത്തിയായി തേച്ചെടുത്ത് ഒരു ഉടുപ്പൊക്കെ ഇട്ട് കഴിവതും ലൈറ്റ് ഷെയ്ഡ്, വൈറ്റ് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇടുക. വലിയ നമുക്ക് സംഭവം ശരിയാണ്, നമ്മള് സ്കൂളിലും യൂണിഫോം, അപ്പൊ നമുക്ക് ആ കൂടെ കിട്ടുന്ന കുട്ടി പുതിയ അടിപൊളി ഫാഷൻ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്ഥലം പള്ളിയാണ്. പക്ഷെ പള്ളിയല്ല അതിടേണ്ടത്. അതിന് ഇനി ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരും. പള്ളിയിൽ നമ്മള് ഒരു എന്താ പറയാ, നിങ്ങളെ കണ്ട ഒരു മാലാക പിള്ളേരെ കുറെ തോന്നണം. മാലാക എന്നാണ് പാടുന്നേ? വൈറ്റ് അല്ല ഇടുന്നത്. അപ്പൊ അങ്ങനെ ഒരു വെള്ള വസ്ത്രമൊക്കെ ഇട്ട് മാക്സിമം ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇട്ട്, പെൺകുട്ടികളാണെങ്കിൽ തലയിൽ ഒരു സ്കാർഫോ, ചെറിയൊരു സ്കാർഫോ ഒരു ഷോളോ ഒക്കെ കരുതണം. എന്നിട്ട് നമ്മള് ഏറ്റവും ഭയഭക്തി ബഹുമാനത്തോടെ അല്ലെ, പ്രാർത്ഥനയോടെ യേശുപ്പച്ചനെ മനസ്സിൽ വിചാരിച്ചോണ്ട് നമ്മൾ പള്ളിയിൽ ചെല്ലണം. എന്നിട്ട് പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പള്ളിയിൽ കയറുമ്പോ ഒരു പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇത്തവണ നിങ്ങൾക്കൊരു ഇച്ചിരിയും കൂടെ ഒരു വലിയൊരു പ്രാർത്ഥന, അത് വലിയ രണ്ടിനും സെയിം അർത്ഥങ്ങളാണ്. അപ്പൊ ഇത്തവണ പഠിക്കാനുള്ള പ്രാർത്ഥന നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. നമുക്കൊന്ന് പഠിക്കാം. എന്തുവാ അത്? വായിച്ചേ. ദൈവമേ, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ കഴുകി വെടിപ്പാക്കണമേ. ഭക്തിയോടെ ആരാധനയിൽ പങ്കെടുത്ത് എന്റെ നേർച്ചകളെ സമർപ്പിക്കുവാൻ എനിക്ക് നിന്റെ കൃപ നൽകണമേ.
ഇതിനു മുമ്പ് പഠിച്ച പ്രാർത്ഥന ഏതായിരുന്നു? അല്ലെങ്കിൽ ഇതല്ലാതെ വേറൊരു പ്രാർത്ഥന നമ്മള് ഒരു സെയിം അർത്ഥത്തോടെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഏതാണത്? ബഹുമതി പൂർവ്വം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്ന് എന്റെ നേർച്ച കാഴ്ചകൾ ഞാൻ നിനക്ക് കഴിക്കും. അത് കുറച്ചുകൂടെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ പഠിക്കുക. എന്നിട്ട് ഇനി തൊട്ട് ഇത് പ്രാർത്ഥിച്ച്, ഇനി നിങ്ങൾ എന്ന് പള്ളിയിൽ പോകുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും പള്ളിയിൽ കുർബാനയ്ക്ക് മാത്രമല്ല അല്ലാതെ പോയാലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കുരിശ് വരയ്ക്കണം. അല്ലെ? ഈ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുരിശ് വരച്ച് കയറി നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവിടെ അത്രയും നിങ്ങൾ ഭയഭക്തിയോടെ, യേശുപ്പച്ചന്റെ ആരുടെ വീടാണ്? ദൈവത്തിന്റെ ആലയമാണ്. അവിടെ അത്രയും സൂക്ഷിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ നിന്ന് ഓരോ തവണ സ്ലീബ എന്ന വാക്ക് എന്തുവാ? സ്ലീബയുടെ അർത്ഥം എന്താ? കുരിശ്. അപ്പം സ്ലീബ എന്ന വാക്ക് കേൾക്കുമ്പോ കുരിശ് വരയ്ക്കണം. തല കുനിച്ച് കുരിശ് വരച്ച് നമ്മള് പള്ളിയിൽ നിൽക്കണം. എങ്ങനെയാ കുരിശ് വരയ്ക്കുന്നേ? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച എങ്ങനെയാ കുരിശ് വരയ്ക്കുന്നേ? 3 വിരലല്ലേ? എന്തോ ഈ 3 വിരൽ സൂചിപ്പിക്കുന്നേ? പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. ഒന്നുകൂടെ പറഞ്ഞേ. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. ഈ 3 വിരല് ഒരുമിച്ച് പിടിച്ച് നമ്മള് നെറ്റിയിൽ നിന്ന് നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ കൊണ്ടുവരും. പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. എന്തോ അത് ഇംപ്ലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് മീൻ ചെയ്യുന്നത്? കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഇടത്തിന്റെ മക്കളായ നമ്മളെ വലത്തിന്റെ മക്കളാക്കി. എന്തുവാ ഇടത്തും വലതും? ലെഫ്റ്റിന്റെ മക്കള്. ലെഫ്റ്റിന്റെ പിള്ളേരാരായിരുന്നു? സാത്താന്റെ പിള്ളേർ, അല്ലെങ്കിൽ പിശാചിന്റെ പിള്ളേര്. ആ പിശാചിന്റെ പിള്ളേരായ മനുഷ്യരെ വലത്തിന്റെ മക്കളാക്കി. അത് വലത്തിന്റെ മക്കളാരാ? ദൈവത്തിന്റെ മക്കളാക്കി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് കുറിച്ച് വരയ്ക്കാം. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ഇടത്തിന്റെ മക്കളായ നമ്മളെ വലത്തിന്റെ മക്കളാക്കി. അപ്പൊ ഓരോ തവണയും ഈ കുരിശ് വരയ്ക്കുമ്പോ നമ്മള് എന്താ ചെയ്യണ്ടേ? ഇത് ഓർക്കണം. കുരിശ് വരയ്ക്കുന്നതിന്റെ സാരാംശം ഇതാണ്. കർത്താവിന്റെ ഒരു ജീവിതം നമ്മളൊരു ഞൊടിയിടയിൽ ഇങ്ങനെ ഒന്ന് ഓർക്കുകയാണ്. എങ്ങനെയാ? പിതാവാം ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കേട്ടോ? അതാണ് ഇതിന്റെ ഒരു മീനിങ്. അപ്പൊ അത് നമ്മള് ഓരോ തവണ കുരിശ് വരയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ പോണം. പിന്നെ നമ്മള് പള്ളിയിൽ വെക്കുമ്പോ നമ്മള് ടീച്ചർ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്കെല്ലാം ഫുൾ ടൈം കോൺസെൻട്രേഷൻ കിട്ടൂല. നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ ടപ്പെന്ന് പറഞ്ഞ് ഇങ്ങനെ പോവല്ലേ. ഏതെങ്കിലും ഒരു സ്മോൾ ബേബി അതുവഴി വെള്ളം കുടിക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു സ്മോൾ ബേബി അവിടെ വന്ന് നമ്മുടെ മുന്നിൽ നിന്നാ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. ആരേലും പുറത്തൂടെ പോയാൽ കോൺസെൻട്രേഷൻ പോകും. ചിലപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെയൊക്കെ പുറകില് വലിയ ഇച്ചിരി പ്രായ അമ്മച്ചിമാരോ അപ്പച്ചമാരോ ഒക്കെ ഒന്ന് തല ഇറങ്ങി വീണാ എല്ലാവരും അങ്ങോട്ട് എടുത്തു, നിങ്ങളുടെ കോൺസെൻട്രേഷനും പോകുന്നു. ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പൈസ കിട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതായാൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിൽ നിന്ന് അതൊക്കെ മാറാൻ നമുക്കൊരാഗ്രഹം വേണം. പള്ളിയിൽ നിൽക്കുമ്പം എനിക്ക് എന്റെ യേശുപ്പച്ചനെ മാത്രമേ ഓർമ്മ വരാവുള്ളൂ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം. യേശുപ്പച്ച, എനിക്ക് പള്ളിയിൽ നിൽക്കുമ്പോ കോൺസെൻട്രേഷൻ കിട്ടണം, എനിക്ക് വേറൊന്നും ചിന്തിക്കാൻ തോന്നരുത്, എനിക്ക് യേശുപ്പച്ചനെ മാത്രം ഓർത്ത് യേശുപ്പച്ചന്റെ മുഖം മാത്രമേ എന്റെ മനസ്സിൽ വരാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ചൻ എന്ത് ചെയ്യും? അത് സാധിച്ചു തരും. നമുക്ക് ആഗ്രഹം വേണം. ഓരോ നല്ല കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ ആഗ്രഹം കണ്ടിട്ടാണ് യേശുപ്പച്ചൻ അത് നടത്തി തരുന്നത്. അപ്പൊ നമുക്ക് അല്ല വേറെ ആരെങ്കിലും എത്ര ആണ്, ഇപ്പൊ ഞാൻ എത്ര ആണ് പറഞ്ഞു തന്നാലും കാര്യമില്ല. നിങ്ങൾക്ക് തോന്നണം, അങ്ങനെ പ്രാർത്ഥിക്കണം. കേട്ടോ? അപ്പൊ എന്തോ നമ്മളിന്ന് പഠിച്ചേ? നമ്മൾ എങ്ങനെ പള്ളിയിൽ പോണം, എങ്ങനെ പള്ളിയിൽ ബിഹേവ് ചെയ്യണം, പള്ളിയിൽ കയറുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന നോക്കി, പിന്നെ കുരിശ് വരയ്ക്കുന്നതിന്റെ അർത്ഥവും നമ്മൾ നോക്കി. ആ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മനസ്സിൽ കൂടെ പോകേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മള് പള്ളിയിൽ പോകുന്നത് അത്ര വലിയൊരു, ഇനി നിങ്ങൾ ഇച്ചിരിയൊക്കെ വലുതാവുമ്പോ എല്ലാവരും ചോദിക്കും, ചിലവരൊക്കെ ചോദിക്കും, നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ കുറച്ച് വലുതാവുമ്പോ ചോദിക്കും, എന്തിനാ എപ്പോഴും പള്ളിയിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ നേരിടും. പള്ളിയിൽ പോകുന്നത് നമ്മുടെ മാത്രം നന്മയ്ക്ക് വേണ്ടിയല്ല. നമ്മൾ ദൈവത്തോട് അടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ലോകത്തിൽ നിന്ന് പല കാര്യങ്ങളും ഈ ലോകത്തിൽ നിന്ന് നമുക്ക് സുഖവും സന്തോഷവും തരും എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ദ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, അൾട്ടിമേറ്റ് പീസ് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? നമ്മുടെ യേശുപ്പച്ചനിൽ നിന്നാണ്. അതിപ്പോഴല്ല,
കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്കത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു പരീക്ഷയ്ക്ക് കയറാനൊക്കെ ചിലപ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാം പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് പോയാലും ആ പരീക്ഷ ഹാളിൽ ആ പേന എടുത്തു കഴിയുമ്പോൾ നമ്മുടെ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ തമ്പുരാന്റെ ഒരു കൈ നമ്മുടെ കൂടെ വേണം നമുക്കതൊന്ന് കംപ്ലീറ്റ് എഴുതാൻ, പഠിച്ചത് മുഴുവൻ ആ പേപ്പറിൽ എഴുതാൻ. അപ്പൊ ശരിക്കും നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണ്ട ഒരാളാണ് ഈ യേശുപ്പച്ചൻ. ഒരിക്കലും ആ കൈ വിട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ യേശുപ്പച്ചനിൽ നിന്ന് അകലാതിരിക്കാൻ നമ്മൾ പള്ളിയിൽ പോകണം. ചിലവർ ചോദിക്കും, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല, എന്തിനാ എപ്പോഴും പള്ളിയിൽ പോകുന്നേ? അതിനുള്ള ഒരു ഉത്തരം ഒരു തവണ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു അല്ലെ. നമുക്ക് ദൈവത്തിന്റെ വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒരു സുഖവും എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കിട്ടുകയില്ല. യേശുപ്പച്ചൻ പോലും പള്ളിയിൽ പോയിട്ടുണ്ടല്ലേ, യേശുപ്പച്ചൻ പോലും മുടങ്ങാതെ പള്ളിയിൽ പോയിട്ടുണ്ട്. നമ്മൾ അതിന്റെയൊക്കെ സ്റ്റോറീസ് ഒരുപാട് അറിയാം നമുക്കല്ലേ. അപ്പൊ നമുക്ക് യേശുപ്പച്ചൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോണം, നമ്മൾ എന്തായാലും പോയേ പറ്റൂ കേട്ടോ. അപ്പം ഇനി എന്താ ചെയ്യാം, നമ്മള് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ടീച്ചറിന് എഴുതി കൊടുക്കണം, മറക്കരുത്. പള്ളിയിൽ പോണം, പ്രാർത്ഥിക്കണം. ഇനി എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? പള്ളിയിൽ പോകുമ്പോ എന്താ ചെയ്യുന്നേ? പള്ളിയിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച പ്രാർത്ഥന പറഞ്ഞ് കുരിശ് വരച്ച് ശ്രദ്ധയോടെ, നമ്മുടെ ശ്രദ്ധ പോകും, സ്വാഭാവികമാണ്, എന്നാലും തിരിച്ചു വരണം എന്ന് നമുക്ക് ആഗ്രഹം വേണം കേട്ടോ. അപ്പൊ ഇന്നത്തെ മനപ്പാഠവാക്യം നമുക്ക് നോക്കാം. അപ്പൊ എന്താ ഇന്നത്തെ മനപ്പാഠവാക്യം? 84-ാം സങ്കീർത്തനം 10-ാം വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിയുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. Psalms 84:10. ഓക്കെ, അത് പഠിക്കണം. അത് ഭയങ്കര ഒരു അർത്ഥം ഉണ്ടല്ലോ അല്ലെ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ലാസ്റ്റ് ടാസ്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാവരും കൈ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ച്. കാരുണ്യവാനായ ദൈവമേ, നിന്റെ ആലയത്തിൽ വിശുദ്ധിയോടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പതിവായി ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും അങ്ങയോട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്കിടയാക്കണമേ. ആമീൻ. അപ്പൊ ഈ പ്രാർത്ഥന ഭയങ്കര ആപ്റ്റ് ആണ് ഈ ഒരു ടൈമിലല്ലേ. നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ കൊറോണ മാറാൻ? ഒരുപാട് പേര്, ഒരുപാട് ലെജൻസ് ഈ കോവിഡ് ഒക്കെ കാരണം മരിക്കുന്നു. ഇതൊക്കെ മാറാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. കുട്ടികൾ പ്രാർത്ഥിച്ചാ യേശുപ്പച്ചൻ പെട്ടെന്ന് കേൾക്കും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ ബൈ.